അതിനുശേഷം പ്രിയപ്പെട്ട സുമേൽ സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരു ഉണ്ണിയാണ്, പിന്നെ തോമസ് എന്ന് തുടങ്ങി അങ്ങനെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് വന്നിട്ടുള്ള എല്ലാവരും ദയവചനം മുൻപോട്ട് വരിക. ഉറ്റ സുഹൃത്തുക്കൾ എന്ന നിലയിൽ വന്നിട്ടുള്ള അമേരിക്കയിൽ നിന്നും മുൻപ് ഉള്ള കൂട്ടുകാർ, ഉറ്റ സുഹൃത്തുക്കളോട് വന്നിട്ടുള്ളവരൊക്കെ ദയവ് ചെയ്ത് ആരും പേര് വിളിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്ലീസ്. അങ്ങനെ ഉറ്റ സുഹൃത്തുക്കളായിട്ട് ധാരാളം ആളുകളിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ അമേരിക്കയിലായിരുന്നപ്പോഴുള്ളതായ സുഹൃത്ത് ബന്ധം അനുസരിച്ച് ഇപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള എല്ലാ ആളുകളും ദയവ് ചെയ്ത് മുൻപോട്ട് വരിക. ലില്ലി മാമയുടെ സഹോദരങ്ങൾ, സിസ്റ്റേഴ്സ്, സഹോദരങ്ങൾ വന്നിട്ടുള്ളവരൊക്കെ വെട്ടിപ്പുറം, മേലപ്പുറ, വാഴമുട്ടം ഇവിടുന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ ദയവ് ചെയ്ത് കോന്നി ലില്ലി മാമയുടെ സഹോദരങ്ങളുടെ ഭവനത്തിൽ വന്നിട്ടുള്ള ആളുകൾ. നിലമ്പൂരിൽ വന്നിട്ടുള്ള നിലമ്പൂർ, മണർകാട്, ഇത് എടുത്തതിന് ശേഷം പാലായിൽ നിന്നുള്ളതായ വന്നിട്ടുണ്ട് ഷാജി, ഷാജിയാൻ ഫാമിലി, അനിയാൻ ഫാമിലി, പാലായിൽ നിന്ന് വന്നിട്ടുള്ളവർ മുൻപോട്ട് വരിക. ഇതിന് ശേഷം ഇതിനുശേഷം സുബേൽസാറിന്റെ മരുമക്കൾ ഫാമിൽ നിന്ന് വന്നത് ഷാജിയുടെയും ഹണിയുടെയും വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളവർ മുൻപോട്ട് വരുന്നു. ഷാജിയുടെയും ഹണിയുടെയും ഭവനത്തിൽ നിന്ന് വന്നിട്ടുള്ളവർ മുൻപോട്ട് വരുന്നു.
Mama, sudah menurut Mama. Please, sudah menurut nih. मार के फोटो चाहिए Supravastrahariya
ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിക്കുന്നത് കൊല്ലം ഭദ്രാസനത്തിലെ മെത്രാപ്പൊലീത്തായും ഇടവകയുടെ മുൻ വികാരിയും ഈ കുടുംബത്തിന്റെ വളരെ അടുത്ത ഉത്തമ സുഹൃത്തുമായിരിക്കുന്ന സ്നേഹിതനുമായിരിക്കുന്ന അത്രയും അഭിമന്യ മാത്യൂസ് മാർ ദേവദോസിന്റെ മനസ്സുകൊണ്ടാണ് അഭിയോഗത്തിന് വേണ്ടി ഇവിടെ എഴുന്നള്ളി വന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ഭവനത്തിൽ വെച്ചുള്ളതായ മൂന്നാമത്തെ ശുശ്രൂഷ ഇവിടെ വെച്ച് ആരംഭിക്കുകയാണ്. നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്ന് ചേരുവാനും നിന്റെ വിശുദ്ധന്മാരെ വിശ്വസിക്കുവാനും എന്നെ സഹതിയാകണമേ. Wow.
മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നിവർത്തിക്കപ്പെടുന്നതായ ഈ സമയത്തും സകലവിധമായ നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസ്സും നാളുകളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പറയുമോ മോസോദായ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖന്മാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മിശിഹായും സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ ഭ്രമിച്ചു പറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപന്മാരും ചെറുതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ അങ്ങേ ഘോഷിക്കുന്നു. അങ്ങയുടെ ഉഗ്രമായ ശബ്ദത്തിൽ അവിടെ നിന്ന് അടവസിക്കുമ്പോൾ മരണം വീണുപോകുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയതായ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മാതാവും എന്ന നിലയിൽ സൃഷ്ടി ശക്തിയുള്ള വചനത്താൽ അവിടെ നിന്ന് വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നല്ലതാകട്ടെ തീയതാകട്ടെ അവനവനാൽ പ്രവർത്തിക്കപ്പെട്ടിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപ്രമുഖകരവും ആയിരിക്കുന്ന അങ്ങയുടെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ തമ്പുരാനേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് അങ്ങനെയുള്ള പ്രത്യാശയോടുകൂടി പ്രാപിച്ചിരിക്കുന്ന ഈ അവിടുത്തെ ദാസനങ്ങളുടെ വലത്ത് ഭാഗത്ത് നിൽക്കുമാറാകണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനും ഞാൻ അവനിലും അവൻ എന്നിലും ആയിരിക്കും അവൻ വിശ്വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ വർദ്ധനേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ കൊണ്ട് അവിടെ നിന്ന് കൽപ്പിച്ചുള്ളതായ വചനം ഞങ്ങളിലും ഈ നിരദാസനിലും നിറവേറ്റുമാറാകണമേ. ഞങ്ങളോടും ഞങ്ങളുടെ അങ്ങയുടെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് അങ്ങയുടെ കരുണയെ കാണുകയും അങ്ങയുടെ പിതാവിനും അങ്ങയുടെ പരിശുദ്ധ റൂഹായിക്ക് സ്തോത്രം ചെയ്യുകയും കരയറ്റുകയും ചെയ്യുമാറാകണമേ. പറയുമോ വശോ വബുകുല സുബാൻ ലവൽ
തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിത്യപ്രാവശ്യരിക്കുന്ന ഈ ദാസന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നതായ ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ഉത്സവങ്ങളിൽ മോഹനീയമായ വാസസ്ഥലങ്ങളിൽ ഈ തന്റെ ദാസനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകുന്ന മുഖപ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കുകയും ചെയ്യുമാകണമേ. മോഹൻ മനോഹാൻ വാസസ്ഥലവും ധനവും ഞാൻ
ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട വികാരി സാജൻ ജോണച്ചൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, കർത്താവേശുമിശിഹായാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം, വേർപാട് വേദനാജനകമായ ഒരനുഭവമാണ്. നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നമ്മയൊക്കെയും വളർത്തുകയും ചെയ്ത ഓരോ മനുഷ്യരും നമ്മിൽ നിന്നും കടന്നു പോകുമ്പോൾ ആ വേർപാട് നമുക്ക് വളരെ ദുഃഖകരവും നിരാശയും വേദനയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവുമായ മനുഷ്യൻ ദൈവത്തോടുകൂടെ ആയിരിക്കണമെന്നുള്ളതാണ് ദൈവിക പദ്ധതി. അവൻ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും ദൈവത്തിന്റെ ജീവശ്വാസവും ആകയാൽ അവൻ ദൈവത്തോടുകൂടെ നിലനിന്ന് ദൈവത്തിന്റെ കാര്യവിചാരകനായി അവനെ സ്തുതിച്ചുകൊണ്ട് പർദീസായിൽ എന്നേക്കുമുള്ള നിത്യജീവന്റെ ഭാഗഭാഗിത്വത്തിൽ നിലനിൽക്കുവാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. എന്നാൽ മനുഷ്യൻ ഭൂമിയിലേക്ക് കടന്നു വരികയും തന്റെ പ്രവൃത്തികളെയൊക്കെയും തികച്ചതിന് ശേഷം വീണ്ടും ദൈവികമായ ആ പർദീസായുടെ ഇമ്പങ്ങളിലേക്ക് കടന്നു ചെന്ന് യുഗാന്ത്യങ്ങളോളം ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ദൈവിക മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും ഗണങ്ങളിൽ ചേർന്ന് ജീവിക്കേണ്ടത് അനിവാര്യതയാണെന്ന് സഭയും പിതാക്കന്മാരും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ഈ ലോകത്തിൽ നിന്നുള്ള വാങ്ങിപ്പോക്ക് അനിവാര്യമായ സംഗതിയാണ്. അത് ദൈവികമായ ഒരു പദ്ധതി. ലോകത്തിന്റെ നിയമവും ദൈവത്തിന്റെ നീതിയും ഇവിടെ ഒരുപോലെ പാലിക്കപ്പെടുകയാണ്. ദൈവനീതി എന്നുള്ളത് ദൈവസൃഷ്ടി ദൈവത്തോടുകൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. ലോക നിയമം ലോകത്തിൽ ജീവിക്കുന്നതും വളർന്നു വരുന്നതും ഈ ഭൂമിയിൽ തന്നെ അടിയപ്പെടുക എന്നുള്ളതുമാണ്. അപ്പോൾ ഈ രണ്ട് നിയമവും പാലിച്ചുകൊണ്ട് മരണം മൂലം വേർതിരിക്കപ്പെടുമ്പോൾ അത് പുതിയ നിത്യജീവന്റെ ഭാഗഭാഗിത്വത്തിലേക്കുള്ള കടന്നുപോക്കാണ്. അവൻ എന്നേക്കും ജീവിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാകയാൽ യുഗാന്ത്യങ്ങളോളം അവൻ ദൈവസന്നിധിയിൽ മുഖപ്രസന്നതയോടുകൂടെ നിൽക്കേണ്ടി. എന്നാൽ ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് അവൻ ദൈവം മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടിയിരിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകവും സഭയും പിതാക്കന്മാരും നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
അത് രക്ഷിതാവും കർത്താവുമായി വന്ന രണ്ടാമത്തെ വരവിങ്ങൾ അവന്റെ വരവിന്റെ കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ സർവപരേതരും തങ്ങളുടെ ആ രൂപത്തോടുകൂടി എഴുന്നേൽക്കുകയും ദൈവം മുൻപാകെ നിൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനാൽ നമ്മിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന സകലരും നാം ഓരോരുത്തരും ദൈവം മുൻപാകെ നിൽക്കേണ്ടി വരും എന്ന് ഓരോ വേർപാടും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മേലെ പുതുപ്പറമ്പിൽ ഷമീൽചായനെ കുറിച്ച് പറയുമ്പോൾ 67 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം അനുവദിച്ചു. ദൈവം നല്ല ഫലങ്ങളെയും പ്രവർത്തനശേഷിയും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മക്കളെയും സഹോദരന്മാരെയും ഒക്കെ അനുഗ്രഹിച്ചു. അത് പരിശുദ്ധ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി തീരുകയും ഇടവകയ്ക്ക് പുരോഗതിയുടെ ഒരു ഭാഗമായി രൂപപ്പെടുവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. സഭയെയും ഭദ്രാസനങ്ങളെയും പിതാക്കന്മാരെയും ഇടവകയെയും ഒക്കെ ഒരേപോലെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിത്വമായിരുന്നു പുതുപ്പറമ്പിൽ ഷമീൽചായന്റെയും കുടുംബത്തിന്റെയും. ഇത്തരത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും സ്മരിക്കുക. തുമ്പോൺ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്ത അഭിനയ പിതാവായ മിലിറ്റൂസ് തിരുമേനി മിനിഞ്ഞാന്ന് അയർലൻഡിൽ നിന്ന് എന്നെ വിളിച്ചു. അന്നേരം ഞാൻ ഇത് ഈ കാര്യം പറഞ്ഞു. ഗോപനച്ചന്റെ അമ്മയും പുതുപ്പറമ്പിലെ ഷമീൽചായനും പോയ കാര്യം പറഞ്ഞപ്പോൾ വരാൻ പറ്റാത്ത അവസ്ഥയാണ്, ചെന്നതേ ഉള്ളൂ, ഇന്നലെയാണ് വന്നത് എന്നും പറഞ്ഞു. എല്ലാ അനുശോചനങ്ങളും പിതാവിൻ്റെതായി 2 ഭവനങ്ങൾ അറിയിക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തി. തുമ്പോൺ ഭദ്രാസനത്തിന്റെ പിതാവിന്റെ അനുശോചനം ആദ്യമേ തന്നെ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ അറിയിക്കുക. നമുക്ക് ഷമീൽചായനെ നമ്മുടെ പ്രാർത്ഥനകളിലും ജാഗരണങ്ങളിലും നമുക്ക് ഓർക്കാം. എന്തെന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെയും അദ്ദേഹം ശ്രമിച്ചിട്ടുള്ള ആ നല്ല കാര്യം നമുക്ക് സ്മരിക്കാം. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. യാക്കോബായ സുറിയാൻ സഭയുടെ കൊല്ലം ഭദ്രാസനത്തിന്റെയും അതുപോലെ തന്നെ തുമ്പോൺ ഭദ്രാസനത്തിന്റെയും ഭദ്രാസന കൗൺസിലിന്റെയും പള്ളി പ്രതിപക്ഷ യോഗത്തിന്റെയും അതുപോലെ തന്നെ തുമ്പോണിന്റെയും കൊല്ലത്തിന്റെയും വൈദിക സംഘത്തിന്റെയും എല്ലാ ആധ്യാത്മിക സംഘങ്ങളുടെയും നാമത്തിലുള്ള അനുശോചനം ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ അറിയിക്കുക. നമുക്ക് വീണ്ടും മിശിഹായുടെ രണ്ടാമത്തെ വരവിങ്കൽ ദൈവത്തിന്റെ അവനെ എതിരേൽക്കുവാൻ ഒരുങ്ങിപ്പുറപ്പെടുന്ന ആ വെള്ള വസ്ത്രധാരികളുടെ കൂട്ടത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാമെന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് ഈ ഷമീൽചായനെ യാത്രയയക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളുടെ മുഖത്ത് നിന്ന് കണ്ണുനീരിനെ നീക്കി അവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകി അവരെ സ്വസ്ഥതയോടെ ദൈവം പരിപാലിക്കുമാറാകട്ടെ. ഇപ്പോൾ ഭവനത്തിൽ വെച്ചുള്ള ധൂപ്രാർത്ഥന നടത്തും. ധൂപ്രാർത്ഥനയ്ക്ക് ശേഷം മൃതശരീരം സംസ്കരിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾക്കും ദേവദാസ്വസ്ഥ മനസ്സുകൊണ്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നതും ആയിരിക്കും. ഭക്തന്മാരിൽ ദൈവം കൃപതയ ഞങ്ങൾ തൊട്ടുമരിച്ചതു ഞാൻ എന്നും കാത്ത
ഭവനത്തിൽ എഴുന്നള്ളി വന്ന് ആശ്വാസവചനങ്ങൾ പകർന്നു നൽകി അനുശോചനം അറിയിച്ച അഭിനേമാത്യസ്മാർത്തേവദോസത്തിനുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമാൻ ഹരിദാസ് ഇടത്തിട്ട എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ 2 വാക്ക് അനുശോചനം അറിയിക്കുന്നതായിരിക്കും. അഭിമന്യനായ കോന്നി ഇഞ്ചപ്പാറ സ്വദേശിയായ എൻ്റെ തിരുമേനി, അഭിമന്യനായ പുരോഹിത ശ്രേഷ്ഠതി, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ, ശമേലച്ചാന്റെ നിര്യാണത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ഈ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും എൻ്റെ അനുശോചനം കുടുംബാംഗങ്ങളെ അറിയിക്കുകയാണ്. ശമേലച്ചാനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ എല്ലാ കാരുണ്യ പ്രവർത്തനത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിനും ഇടപെടുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു എന്ന് ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. ആര് വന്നൊരു വേദന പറഞ്ഞാലും, ആര് വന്നൊരു പ്രയാസം പറഞ്ഞാലും ശമേലച്ചാനെ അതിനൊക്കെ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ പ്രദേശത്തെ ഒരു നാഥനായിരുന്നു. ഈ പ്രദേശത്തെ എല്ലാ ജനവിഭാഗത്തിനോടും നല്ല കരുതലുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ശമേലച്ചാന്റെ നിര്യാണം ഈ പ്രദേശത്തിന് ഒരു നഷ്ടമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ വേദനയിലിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു. ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന അനുശോചനം അറിയിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിദാസ് ഇടത്തിട്ടോട് നന്ദിയും സ്നേഹവും കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മളിൽ നിന്നും ദേവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട സുമേൽച്ചാനെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിനന്ദ തിരുമേനിയും ഇവിടെ വന്ന് സംസാരിച്ച എല്ലാ പ്രിയപ്പെട്ടവരും നല്ല കാര്യങ്ങൾ മാത്രമാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ആര് എന്തൊരു പ്രയാസത്തോടു കൂടി, എന്തൊരു ആവശ്യത്തോടു കൂടി അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു വന്നാലും അവരെ വെറുകയോടോ അല്ലെങ്കിൽ അവരെ മനസ്താപപ്പെടുത്തിയോ വിടുന്ന ഒരു പതിവ് ശമേൽച്ചാനില്ലായിരുന്നു. കടന്നു വരുന്നവരൊക്കെയും സ്വീകരിക്കുവാനും അവരെ സഹായിക്കുവാനും ഒക്കെ ഉള്ളൊരു നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നു. സത്യവിശ്വാസിയായ ഒരു വ്യക്തി സ്വീകരിക്കേണ്ടതായ എല്ലാ കൂതാശകളും വളരെ ബോധത്തോടുകൂടി തന്നെ സ്വീകരിക്കുകയും വളരെ ദൈവത്തിലുള്ള പ്രത്യാശയോടുകൂടി കടന്നു പോവുകയും ചെയ്തു. ഞാൻ ഓർക്കുന്നു, സെപ്റ്റംബർ മാസം 14-ാം തീയതി പരിശുദ്ധ ശ്രീബാ പെരുന്നാൾ ദിവസമാണ് വിശുദ്ധ കുർബാന അനുഭവിച്ചത്. അതിനുശേഷം മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ കടന്നു എന്ന് അവിടെ വെച്ച് വളരെ ബോധത്തോടുകൂടി ഞങ്ങളെ മനസ്സിലാവുകയും സംസാരിക്കുകയും ചെയ്തിട്ട് തൈലാഭിഷേക ശുശ്രൂഷയും സ്വീകരിച്ചു. ഇദ്ദേഹത്തിന് കൊടുക്കാവുന്ന വെച്ച് നമുക്ക് കേരളത്തിൽ ലഭിക്കാവുന്ന നല്ല ചികിത്സകളൊക്കെയും തന്നെ ലഭിച്ചു. ശാസ്ത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നതായ എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ ഹിതം അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടണമെന്നുള്ളതായിരുന്നു. ആ ദൈവഹിതമാണ് നിറവേറിയിരിക്കുന്നത്. നേരത്തെ സംബന്ധിച്ചിടത്തോളം വകയാർ സെന്റ് ജോർജ് വലിയ പള്ളിക്ക് എന്ത് ഒരാവശ്യം വന്നു പറഞ്ഞാലും അതിനെ നിരാകരിക്കാത്ത ഒരു വ്യക്തിത്വമാണ്. ഇടവകയുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പല അത്യാവശ്യ ഘട്ടങ്ങളിലും ആരും അങ്ങോട്ട് ചെന്ന് കടന്നു ചെന്ന് അങ്ങോട്ട് ചെന്ന് ഒന്നും ചോദിക്കാതെ തന്നെ ഞാനത് ചെയ്യാം, ഞാനത് ക്രമീകരിക്കുമെന്ന് പറഞ്ഞ് മുൻപോട്ട് വന്ന് കാര്യങ്ങളൊക്കെയും ക്രമീകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ കഴിഞ്ഞ 1 വർഷം മുമ്പും 2 വർഷം മുമ്പും ഇടവയോട് ചേർന്ന് കിടക്കുന്നതായ സ്ഥലം വാങ്ങിക്കുവാനായിട്ട് സാമ്പത്തികമായ കുറെ ബുദ്ധിമുട്ട് ഇടവക അനുഭവിച്ചപ്പോൾ ബാങ്കിൽ നിന്നും ഫിക്സഡ് ഡെപ്പോസിറ്റ് കിടന്ന പണമൊക്കെ എടുത്തുകൊണ്ട് ഇടവകയുടെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ചോദിക്കാതെ ഒറ്റ രാത്രിയിൽ തന്നെ വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെയും ചെയ്തു തന്നു. ഇടവക നന്ദിയോടുകൂടി മാത്രമാണ് എപ്പോഴും ഓർക്കുന്നത്. അദ്ദേഹത്തിനൊരു ബോധ്യമുണ്ടായിരുന്നു, തന്റെ വളർച്ചയുടെ എല്ലാം പിന്നിൽ സെന്റ് ജോർജ് പള്ളിയിൽ വന്നുള്ളതായ ആ പ്രാർത്ഥനയും ആ പള്ളിയിൽ നിന്നുള്ളതായ അനുഗ്രഹങ്ങളുമാണെന്ന് അദ്ദേഹം എപ്പോഴും ഓർക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവാലയത്തെയും സെന്റ് ജോർജ് ഇടവകയെയും വളരെയധികം അദ്ദേഹം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഞാൻ ഇത്തരത്തിൽ ഓർക്കുകയാണ്. ഇടവകയെ മാത്രമല്ല, ഭദ്രാസനത്തില് അഭിയുന്ന പിതാക്കന്മാര്, പരിശുദ്ധ സഭയില് ഏത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനോടൊക്കെയും വളരെ
പോസിറ്റീവായിട്ട് പ്രതികരിക്കുവാനായിട്ട് ശ്രമിച്ചാൻ സാധിച്ചിട്ടുണ്ട്. അഭിമന്യ ദേവദോസ തിരുമേനി ഓർമ്മിപ്പിച്ചു. തുമോൺ മദ്രാസിന് മെത്രാപ്പൊലീത്ത അഭിമന്യ യൂഹാനന്മാർ മീരിത്യോസ് തിരുമനസ്സുകൊണ്ട് മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കാണുകയും എയർലൻഡിൽ പോകുന്നതിന് മുൻപ് 2 ദിവസം മുൻപ് പോയി കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അഭിമന്യ പിതാവിന്റെ അനുശോചനവും തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായെയും പരിശുദ്ധ സിനോദോസിന്റെ സെക്രട്ടറി ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെയും ഞാൻ വിളിച്ചിരുന്നു. രണ്ടുപേരും ഈ ഭവനവുമായിട്ട് വളരെയധികം സ്നേഹവും ബന്ധവുമുള്ള വ്യക്തികളാണ്. രണ്ടുപേരും ദമാസ്കസ് ലെബനോനിൽ പരിശുദ്ധ പാത്രികീസ് ബാവായെ കാണുവാനായിട്ട് പോയിരിക്കുന്നതിനാൽ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കാൻ സാധിച്ചില്ല എങ്കിലും ഞങ്ങളുടെ അനുശോചനം കുടുംബാംഗങ്ങളെ അറിയിക്കണമെന്ന് സെക്രട്ടറിമാര് എന്നോട് അറിയിച്ചു. അതുപോലെ തന്നെ അങ്കമാലി ഭദ്രാസനത്തിന്റെ അങ്കമാലി മേഖലാ മെത്രാപ്പൊലീത്ത അഭിമന്യ എബ്രഹാം മാർ സേവരോസ് തിരുമേനിയും വിളിച്ച് അനുശോചനങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഈ തരുണത്തില് ഈ പിതാക്കന്മാരെല്ലാവരെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ കേരളത്തിന്റെ മന്ത്രി ബഹുമാനപ്പെട്ട അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം ഈ ഭവനത്തിൽ വന്ന് അനുശോചനം അറിയിച്ചു. അങ്ങനെ വിവിധ തലങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ കടന്നു വന്നവരെല്ലാവരും ഈ സമയത്ത് നന്ദിയോട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വകയാർ സെന്റ് ജോർജ് ഇടവകയുടെ ഒരു വലിയ നഷ്ടമാണെങ്കിൽ തന്നെയും ദൈവസന്നിധിയിൽ അത് ലാഭമായിട്ട് ദൈവമക്കൾ കാണുന്നു. ഇടവകയുടെ എല്ലാവിധമായ അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നു. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ഹൃദയത്തിൽ നിന്ന് നീറുന്ന വേദനയും മാറ്റി ക്രൈസ്തവ പ്രത്യാശ കൊണ്ട് ദൈവം നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല അന്ത്യം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയുവാനായിട്ട് എനിക്ക് സാധിക്കും. കാരണം പ്രിയപ്പെട്ട ലില്ലിമാമ വളരെ കാര്യക്ഷമമായ രീതിയിൽ ഞാൻ ചില 1-2 ദിവസങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കൊച്ചു പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ ഒരു സ്പൂൺ കഞ്ഞിയോടെ കുടിക്കുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് വളരെ നല്ലൊരു അന്ത്യം, സമാധാനപൂർവമായ ഒരു അന്ത്യം ലഭിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ജെയിംസ് ബാബുച്ചാൻ ഇവരൊക്കെയും രാവും പകലും കൂടെ ഇരുന്ന് കഷ്ടപ്പെട്ടവരാണ്. അവരൊക്കെയും ഈ സമയത്ത് ഓർക്കുന്നു. ദൈവം അവർക്കൊക്കെയും പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വന്ന് കണ്ടു, മക്കളും പ്രിയപ്പെട്ടവരൊക്കെയും വന്ന് കണ്ട് എല്ലാവരെയും ബോധത്തോടു കൂടി കണ്ടിട്ടാണ് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്നത്. നമുക്കിനിയും പ്രാർത്ഥിക്കാം. ദൈവമേ, അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ വന്ന എല്ലാ കുറവുകളെയും തെറ്റുകളെയും അവിടുന്ന് ക്ഷമിച്ച് അങ്ങയുടെ മാലാഖമാരുടെയും പരിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ ഇദ്ദേഹത്തെ ചേർക്കണമെന്നുള്ളതായ ഒരു നല്ല പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവം തന്റെ മാലാഖമാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ ചേർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും നമുക്ക് ഇവിടെ ധാരാളം ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട്. നമുക്ക് ഇദ്ദേഹത്തിന് കൊടുക്കുവാനുള്ളതായ ഏറ്റവും വലിയ ഒരു കാര്യം ഇദ്ദേഹത്തിനൊരു നല്ല ശവസംസ്കാര ശുശ്രൂഷ നൽകുക എന്നുള്ളതാണ്. ഇനിയും മൃതശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും വളരെ ഡിസിപ്ലിനോടുകൂടി, ഇപ്പോൾ എല്ലാവരും വളരെ ഡിസിപ്ലിൻ നിൽക്കുന്നു, അതേ ഡിസിപ്ലിനോടുകൂടി തന്നെ ദേവാലയത്തിലേക്ക് കടന്നു വരികയും തുടർന്നുള്ള ശുശ്രൂഷകൾ പങ്കെടുക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണമെന്നും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ അന്ത്യ ചുംബനം നൽകി കർത്താവിന്റെ പ്രത്യാശ, നമ്മുടെ കർത്താവിന്റെ വീണ്ടും വരവിൽ ഒരുമിച്ച് കാണാവുന്നതായ ആ വലിയ പ്രത്യാശയിൽ യാത്ര അയക്കുവാൻ തക്കവണ്ണം എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് വാഹനത്തിലാണ് ദേവാലയത്തിലേക്ക് പോകുന്നത്. വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് വാഹനങ്ങൾ ഇല്ലാത്തൊരു ദൈവജനം ഇപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ അവരെ കൊണ്ടുപോകാൻ തക്കവണ്ണം ഇവിടെ വാഹനങ്ങൾ പുറത്തുണ്ട്. ട്രിപ്പടിക്കുവാൻ തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിൽ സഹകരിക്കണം. ഏറ്റവും മുൻപിലായിട്ട് വിലാപഗാനങ്ങൾ ആലപിച്ചുകൊണ്ടുള്ളതായ വാഹനവും അതിന്റെ പിന്നിലായിട്ട് മറ്റുള്ള വാഹനങ്ങളും ഏറ്റവും പിന്നിലായി ആംബുലൻസ് ഈ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്വന്തമായിട്ട് വാഹനമില്ലാത്ത ദൈവമക്കൾ ദൈവജനം പ്ലീസ് വിട്ടു നിൽക്കുന്നവരെല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇപ്പോൾ അവർക്ക് ദേവാലയത്തിലേക്ക് പോകുവാനുള്ള ക്രമീകരണം പുറത്ത് ഉണ്ട്. അങ്ങനെയുള്ളവർ തീർച്ചയായും ആ ക്രമീകരണത്തിൽ പങ്കാളികളാകുക. ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവര് ശാന്തമായിട്ട് കടന്നു വന്ന് ചുംബനം നൽകി യാത്ര അയക്കാവുന്നു. സങ്കട കീർത്തനമെൻ
Thank